പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയ പ്രതിഷ്ഠ. 32-ാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ലോകത്തെ അതിയായി സ്നേഹിക്കുന്നു. ആ സ്നേഹത്താലാണ് ഞാൻ എൻ്റെ ഹൃദയം ലോകത്തിന് നൽകുന്നത്. മനുഷ്യവർഗത്തിന്റെ മേൽ മറ്റൊരു കൃപാമാരി വർഷിക്കാൻ പോകുന്നു, എൻ്റെ ഹൃദയം വഴിയായി. മനുഷ്യാവതാരത്തിന് ശേഷമുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ മറ്റൊരു ആവിഷ്കരണമാണിത്. എന്റെ ഉദരം വഴി ലോകത്തിന് രക്ഷ നൽകാൻ വന്ന കരുണയുടെ മഹാപ്രഭു വീണ്ടും സ്വന്തം സ്നേഹസമ്പൂർണമായ ഹൃദയം എല്ലാ കുഞ്ഞുമക്കൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ വിമല ഹൃദയം വഴിയാണ് ഈ ദാനവും. എന്റെ കുഞ്ഞുങ്ങളെ, വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ എത്ര അത്യാവശ്യമാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ? എന്റെ ഹൃദയത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹമസൃണമായ ഹൃദയം അവർക്ക് ആഴത്തിൽ അനുഭവിക്കാം. ദൈവത്തിന്റെ ഈ ക്ഷണം ഓരോ മനുഷ്യാത്മാവിലും എത്തിക്കണം. അങ്ങനെ ഈ സ്വർഗീയ കൃപ അവരുടെ ആത്മാക്കളെ ഉരുക്കി വാർക്കും. ഈ പ്രക്രിയയിൽ അവർ എന്റെ വിമല ഹൃദയത്തിന് അനുരൂപരാകണം. ഇപ്രകാരം മാത്രമേ അവർ സ്വർഗവാതിലൂടെ നയിക്കപ്പെടുകയുള്ളൂ. ദൈവമാകുന്ന പ്രകാശത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർക്ക് നിത്യവിശ്രമം ലഭിക്കുകയുള്ളൂ. വഴികാട്ടി. നമ്മുടെ നാദിയുടെ സഹയാത്രികരിൽ നിന്നും വിശുദ്ധരും ഭാവി തലമുറകൾക്ക് മാതൃകാ വ്യക്തികളും പുറപ്പെടും. അവർ വിമല ഹൃദയത്തിന്റെ മഹാവിജയത്തിന്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ടവരുമായിരിക്കും. അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെട്ടവരും തീഷ്ണത നിറഞ്ഞവരും കൃപയുടെ കലവറകളും ആയിരിക്കും അവർ. ദൈവത്തിന്റെ ശത്രുക്കളോട് എതിർത്ത് പോരാടാൻ അവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവർക്ക് ചുറ്റും പൊരിഞ്ഞു യുദ്ധം നടക്കും, പക്ഷെ അവർ പതറുകയില്ല. അവർ വിമല ഹൃദയത്തിലേക്ക് നോക്കിയായിരിക്കും ഈ ആത്മീയ യുദ്ധം ചെയ്യുന്നത്. അമ്മയുടെ പ്രകാശം അവർ സ്വീകരിക്കും. അമ്മയുടെ കൈകളാൽ ശക്തരാക്കപ്പെടും. അമ്മയുടെ ആത്മാവാൽ നയിക്കപ്പെടും. കരങ്ങളാൽ താങ്ങപ്പെടും. അമ്മയുടെ മേലങ്കിക്കുള്ളിൽ സംരക്ഷിക്കപ്പെടും. ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും സർവ്വലോകരെയും കാന്തത്തിലേക്ക് ഇരുമ്പു തരികളെന്ന പോലെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വലിച്ചടിപ്പിക്കും. അവർക്ക് ചുറ്റും ശത്രുക്കൾ അണിനിരക്കും, എങ്കിലും അവർ വിജയങ്ങൾ നേടും. ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യും. മഹാവിജയത്തിന്റെ സ്ലീഹന്മാർ ഇവർ തന്നെ, സമർപ്പണത്തിലൂടെ അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ. പ്രവൃത്തിപദം. രക്ഷ സ്വായത്തമാക്കാൻ നമ്മുടെ നാഥയോടുള്ള ഭക്തി എല്ലാ മനുഷ്യർക്കും അനിവാര്യമാണ്. വിശുദ്ധിയുടെ നിറവിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇതൊഴിച്ചുകൂടാൻ പാടില്ലാത്തതുമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഹൃദയബന്ധമുണ്ടാകണമെങ്കിൽ നമ്മുടെ നാഥയുമായും ഹൃദയൈക്യമുണ്ടായിരിക്കണം. ഈ ബന്ധമുറയ്ക്കണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹവും മാതൃസഹജമായ സമീപനങ്ങളും പ്രവർത്തികളും അത്യാവശ്യമാണ്. മാതൃഹൃദയത്തിലൂടെയാണ് സ്വർഗവാതിലിലേക്കുള്ള വഴി. സമർപ്പണം അമ്മയുടെ ഉദരത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഈ ലോകം ബാഹ്യമായി കാണാൻ സാധിക്കുകയില്ലല്ലോ. സ്വർഗത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഇവിടെയുണ്ട്. വിനീത ഹൃദയമുള്ളവർക്കാണ് ഈ കൃപയുടെ രഹസ്യതാവളം. പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇവിടെ വാസസ്ഥലമുണ്ട്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ പരിപൂർണ ഛായയിലും സാദൃശ്യത്തിലും ഉടച്ചു വാർക്കപ്പെടുന്നു. വിശുദ്ധിയുടെയും ഐക്യത്തിന്റെയും മാനസാന്തരത്തിന്റെയും മാതൃകകളായി നമുക്കിപ്രകാരം മാറാം. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ, പരിപൂർണതയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ആ പരിപൂർണത എനിക്ക് നൽകണമേ. വിശുദ്ധിയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാൻ എന്റെ ആത്മാവിനെ അങ്ങയോട് ഐക്യപ്പെടുത്തണമേ. അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒളിപ്പിച്ചു വെക്കണമേ. അമ്മയുടെ സ്വന്തമായി എന്നെ സ്വീകരിക്കണമേ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ നിറവേറ്റാൻ വേണ്ട പ്രകാശം എന്നിൽ ചൊരിയണമേ. കൊയ്ത്തിന്റെ കളങ്ങളിലേക്ക് എന്നെ അയക്കുക. അമ്മയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞാൻ ശേഖരിക്കട്ടെ. അങ്ങനെ അമ്മയുടെ വിജയത്തിൽ അവരും പങ്കുചേരട്ടെ. വചനം. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. വെളിപാട് 12-ാം അധ്യായം 1-ാം വാക്യം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികെ,
തിരുസഭയ്ക്ക് സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.